കാര്യം എന്താണ്? ഒരിക്കല് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞ ഉപമകളിൽ ഒരു പ്രധാനപ്പെട്ട ഉപമ ഇതാണ്. മുത്തുകൾ വിൽക്കുന്ന ഒരു വ്യാപാരി, അവൻ എല്ലാതരം മുത്തുകളും അന്വേഷിച്ച് വാങ്ങിക്കൂട്ടുകയാണ്. എല്ലാത്തരം മുത്തുകളും വാങ്ങിക്കൂട്ടുകയാണ്. ഒടുവിൽ ഈ മുത്തുകളെ അന്വേഷിച്ച് വിലയേറിയ മുത്തുകളെ കുറിച്ച് പഠനം നടത്തി, റിസർച്ച് നടത്തി, അതിനെക്കുറിച്ച് പഠനം നടത്തി അതെല്ലാം വാങ്ങി ഒരു വ്യാപാരം ചെയ്യുന്ന വലിയൊരു ബിസിനസ്സുകാരൻ. ആ ബിസിനസ്സുകാരന് മനസ്സിലായി, ഭൂമിയിൽ ഏറ്റവും വിലയേറിയ മറ്റെല്ലാ മുത്തുകളെക്കാളും എല്ലാ വജ്രത്തെക്കാളും വിലയേറിയതായിട്ടുള്ള ഒരു മുത്തുണ്ട് ഈ ലോകത്തിൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്റെ കൈവശം ഇരുന്ന് അത്രയും കാലം അന്വേഷിച്ച് പലയിടങ്ങളിൽ പല രാജ്യങ്ങളിൽ തേടി അലഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തിയ മറ്റെല്ലാ വിലയേറിയ മുത്തുകളും കൊണ്ടുപോയി വിറ്റിട്ട് ഒരേ ഒരു മുത്തിനായി കയ്യിലുണ്ടായിരുന്ന മറ്റെല്ലാ വിലയേറിയതും വിറ്റിട്ട് അവൻ ആ ഒരു മുത്തിനെ സ്വതന്ത്രമാക്കുകയാണ്. ഇത് ഒറ്റയടിക്ക് ലഭിച്ചതല്ല, കാലാകാലങ്ങളിലൂടെ അവൻ അന്വേഷണത്തിലൂടെ ലഭിക്കുകയാണ്. ഒരു സത്യ അന്വേഷി യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ ഈ ഒരു വിലയേറിയ മുത്തിലേക്ക് അവൻ എത്തിച്ചേരും. ഹല്ലേലൂയ. മനുഷ്യർക്കായിട്ട് ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മധ്യത്തിൽ മനുഷ്യർക്കായി നൽകപ്പെട്ട ഒരു വിലയേറിയ മുത്ത്, ആ മുത്ത് കർത്താവ് യേശു ക്രിസ്തു എന്ന നാമം തന്നെയാണ്. യഥാർത്ഥമായി ഒരു സത്യാന്വേഷി ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ എത്തിച്ചേരുന്നത് ഈ മുത്തിലായിരിക്കും. അതുവരെ അവൻ നേടിയതെല്ലാം വിലയേറിയത് തന്നെയാണ്. അതുവരെ അവൻ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളിൽ പലതും വിലയേറിയത് തന്നെയാണ്. അതിനൊന്നും കർത്താവ് കുറച്ചു പറയുന്നില്ല. ഒരു മതങ്ങളെയും യേശു വില കുറച്ച് പറയുന്നില്ല. മറ്റുള്ളവർ അതുവരെ നേടിയിരുന്ന പല മുത്തുകൾക്കും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്, അതിൻ്റെതായ വിലകളുണ്ട്. എന്നാൽ അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു മുത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയത് വിട്ട് അതിനെ പ്രാപിക്കാനായിട്ട് കടന്നു വരികയാണ്. അതാണ് സകല നാമത്തിന്റെ മേലായ നാമം യേശു ക്രിസ്തുവിനുണ്ട്. എല്ലാറ്റിനും മേലായ നാമം, വെളിപ്പാടുകളുടെ അന്ത്യമായി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം. ആ ദൈവത്തിന്റെ രാജ്യത്തെ അന്വേഷിക്കുന്നതിലൂടെ അവനെ കണ്ടെത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷ സൗജന്യമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അതിൽ കൂടുതൽ നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരു ലെവലിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കൈയടിച്ചും പാട്ടും പാടിയും നമുക്ക് ഭയങ്കര ഉണർവും സന്തോഷവും രോഗശാന്തിയും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്നു. ഇതെല്ലാം എൻ്റെ യേശു തരും, നിശ്ചയമായും എൻ്റെ യേശു തരും. കർത്താവ് രോഗസൗഖ്യത്തിനൊന്നും എതിരല്ലല്ലോ. തൻ്റെ അടുക്കൽ വന്ന ആരെയും തള്ളിക്കളയുകയില്ല, എല്ലാവരും യേശു സൗഖ്യമാക്കും. പക്ഷെ ഇവിടെ ഒരു കൂട്ടം ജനം യേശുവിൻ്റെ അടുക്കൽ വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആദ്യം വന്നത് യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഭക്ഷണം കഴിച്ചതുകൊണ്ടാണെന്ന് യേശു തന്നെ പറയും. ഞാൻ സാധാരണ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്, അത് ഞാൻ പറയാം. നമ്മളെല്ലാം ഈ നാടൻ പ്രദേശത്ത് ജനിച്ച് വളർന്നതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരറ്റത്ത് ഏതെങ്കിലും കയറി ചെല്ലുന്ന ആ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കടന്നു ചെല്ലുന്ന ആ പ്രവേശന കവാടത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു തെങ്ങിൻ്റെ മൂട്ടിലോ ഒക്കെ പണ്ടുള്ള കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ചില അമ്മച്ചിമാര് നെല്ലിക്കായും കപ്പലണ്ടിയൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ സ്കൂളിൻ്റെ വാതിൽക്കളൊക്കെ കിട്ടുന്നത് ശംഭുവും കഞ്ചാവും ബ്രൗൺ ഷുഗറും പിന്നെ ആവശ്യമില്ലാത്ത ബാക്കി എല്ലാ മ്ലേച്ഛതകളും കിട്ടും. പക്ഷെ അന്നൊക്കെ കൊച്ചു കാലത്തൊക്കെ സ്കൂൾ ഗ്രൗണ്ടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം 5 പൈസയ്ക്ക് ഒരു നെല്ലിക്ക. അപ്പോൾ അടുത്തുള്ള കുട്ടി കഴിക്കുന്ന കാണുമ്പോൾ വീട്ടിൽ നിന്ന് 5 പൈസ അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിലും പോയി നെല്ലിക്ക കഴിക്കും കേട്ടോ. അപ്പോൾ ഒരു പയ്യൻ എല്ലാ ദിവസവും പോയി അമ്മച്ചിയുടെ അടുക്ക പോയി കപ്പലണ്ടിയും നെല്ലിക്കായും ഒക്കെ വാങ്ങി കഴിക്കും. അങ്ങനെ വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കാശില്ലാതെ. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു, അമ്മച്ചി ഇന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്കിന്ന് 10 പൈസയുടെ നെല്ലിക്ക തരണം. അതിനെന്താ മോനെ, നീ എല്ലാ ദിവസവും ഇവിടെ പൈസ ഒന്നും വാങ്ങുന്നില്ലേ, കൊണ്ടുവെക്കോ. അവന് 10 പൈസയുടെ നെല്ലിക്ക കടം കൊടുത്തു. പിറ്റേ ദിവസം എൻ്റെ കയ്യിൽ കാശില്ല, അന്നും പോയി കടം വാങ്ങി. അമ്മച്ചിക്ക് അറിയാം നല്ല കുടുംബത്തിലെ ചെറുക്കനാണ്, കാശുള്ളതാണ്, അതുകൊണ്ട് കൊടുത്താൽ കിട്ടും, അതുകൊണ്ട് കൊടുത്തു. അങ്ങനെ കുറേ ദിവസം കടം വാങ്ങി. നല്ലൊരു തുക അവൻ്റെ കയ്യിലായി, കടമായി. അമ്മച്ചിയുടെ അടുക്കൽ പൈസ കൊടുക്കാനില്ലാതായപ്പോൾ അവൻ പിന്നെ അങ്ങോട്ട് പോകാതെയുമായി. അപ്പോൾ ഇവൻ്റെ സ്നേഹിതന്മാർ പഴയതുപോലെ പിന്നെയും അമ്മച്ചിയുടെ അടുക്കൽ വരും, കാശ് കൊടുക്കും, സാധനങ്ങൾ മേടിക്കും. അപ്പോൾ അമ്മച്ചി ചോദിച്ചും, മോനെ ആ നിങ്ങളുടെ കൂടെ വരാറുള്ള ആ കുട്ടി ഇപ്പോൾ വരാറില്ലേ സ്കൂളിൽ? അമ്മച്ചി എല്ലാ ദിവസവും വരുമല്ലോ, പിന്നെന്താ അവനിപ്പോൾ ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ എന്നെ കാണാനായിട്ട്? അമ്മച്ചി അവൻ എല്ലാ ദിവസവും സ്കൂളിൽ വരുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി ആ പിള്ളേരോട് പറഞ്ഞയച്ചു, നിന്റെ ആ സുഹൃത്തിനോട് ഞാൻ അവനെ അന്വേഷിച്ചെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു. അപ്പോൾ അവർ പോയി പറഞ്ഞു, എടാ നിന്നെ അമ്മച്ചി അന്വേഷിക്കുന്നുടാ, നിന്നെ കാണണമെന്ന് അമ്മച്ചി പറയാണ്. പക്ഷെ അമ്മച്ചി കാര്യം പറഞ്ഞില്ല എന്താണ് നീ പിള്ളേരോട്. ഇവനും കാര്യം പറഞ്ഞില്ല. പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മച്ചി എല്ലാ ദിവസവും പറഞ്ഞിരിക്കുക, നീ നിന്നെ അമ്മച്ചി അന്വേഷിക്കുകയാണ്, അങ്ങോട്ട് ചെല്ലാം. ഇവനറിയാം എന്തിനാണ് അമ്മച്ചി അന്വേഷിക്കുന്നതെന്ന്. കൂട്ടുകാർ വിചാരിച്ചിരിക്കുന്ന ഇവനെ കാണാത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കും അമ്മച്ചി അന്വേഷിക്കുന്നത്. പക്ഷെ ഇവനറിയാം എന്തിനാണ് എന്നെ അമ്മച്ചി അന്വേഷിക്കുന്നത്, പണം കൊടുത്തില്ല. അവർ രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ആത്മീയ ജീവിതവും ദൈവത്തെ അന്വേഷിക്കുന്നതും എന്തിനെന്ന് കൂടെ ഇരിക്കുന്നവർക്കൊന്നും അറിയത്തില്ല. നമ്മുടെ കയ്യടിയും സ്തോത്രവും ബഹളവും അന്യഭാഷയെ കേട്ടാൽ അപ്പപ്പോ അവരോട് ഭയങ്കര സ്നേഹം ദൈവത്തോട്. പക്ഷെ യേശുവിനും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബന്ധം. നിങ്ങൾ എന്തിനാ കൈയടിക്കുന്നത്, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കാൻ വരുന്നത്, നിങ്ങൾ എന്തിനാ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നത്? കർത്താവ് പറയാണ്, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല എന്നെ അന്വേഷിക്കുന്നത്, പിന്നെ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. കണ്ടോ? കർത്താവ് നമ്മുടെ ഹൃദയത്തെ നന്നായിട്ട് അറിയാം.
എന്നിട്ട് യേശു പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരം അത് ഞാൻ തരാം നിങ്ങൾക്ക്. അതിനുവേണ്ടി എന്തിനാ ഇത്ര ആക്രാന്തം കാണിക്കുന്നത്? ആക്രാന്തം കാണിക്കുന്നത് എന്തിനാണ്? അല്ലേ, ഭക്ഷണം കഴിക്കാൻ അതിനുവേണ്ടി മാത്രം ഓടി നടക്കുന്നത്, അതിനാണോ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്? യേശു കർത്താവ് അത്ഭുതങ്ങളെല്ലാം ചെയ്തില്ലേ? സഹോദരൻ അജിത് കുമാർ അവർ സാധാരണ എടുത്തെടുത്ത് പറയുമ്പോഴൊക്കെ പറയാറുള്ള മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. അതിൽ പറഞ്ഞിരിക്കുന്ന 28-ാം വാക്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള ആ വാക്യമൊക്കെ. അതിന് മുകളിലുള്ള കർത്താവ് പിന്നെ കോരസീനെ ഒക്കെ കബർന്നഹൂമിനെയും ഒക്കെ കർത്താവ് ശാസിക്കുന്നത് കാണാനായിട്ട് കഴിയും. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ രട്ടിലും വെണ്ണീരിലും കിടന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. കബർന്നഹൂമേ നിനക്ക് അയ്യോ കഷ്ടം എന്നൊക്കെ പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ഇതാണ്, എന്തിനാ യേശു ഇപ്പോൾ ഈ പട്ടണങ്ങൾ നോക്കി ശാസിക്കുന്നത്, ശപിക്കുന്നത്? നേരത്തെ ഈ പട്ടണങ്ങളെല്ലാം ഭയങ്കര അത്ഭുതങ്ങൾ നടന്നു, രോഗശാന്തികൾ നടന്നു, വീര്യപ്രവർത്തികൾ നടന്നു. പക്ഷെ കർത്താവ് പറയാണ്, എന്നിട്ടും നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് ന്യായവിധി നാളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഷ്ടം സഹിക്കേണ്ടി വരും എന്ന് യേശു ശാസിക്കുന്നത് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ചെയ്തു. പക്ഷെ എന്തിനായിരുന്നു ഈ അത്ഭുതങ്ങൾ ചെയ്തത്? ആ അത്ഭുതങ്ങളിലൂടെ അവർ കർത്താവിന്റെ സന്നിധിയിൽ ഒരു മാനസാന്തര ജീവിതം നയിക്കാനാണ്. പിന്നെയും പിന്നെ ആ പട്ടണത്തിൽ ചെന്നപ്പോൾ ഇവരെല്ലാം അത്ഭുതങ്ങൾ പ്രാപിച്ചിരിക്കുന്നതല്ല, ജീവിതത്തിൽ ഒരു മാറ്റങ്ങളുമില്ല. കേൾക്കുന്നു, കുറെ ഗ്രഹിക്കുന്നു, കുറെ ഗ്രഹിക്കുന്നില്ല, ജീവിതത്തിലോട്ട് പ്രായോഗികമാക്കുന്നില്ല. അവർ ദൈവത്തെ വിളിക്കുന്നു, ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തി നടക്കുന്നു, ജീവിതത്തിന് ഒരു മാറ്റങ്ങളുമില്ല. അതുകൊണ്ട് അവരെ ശാസിക്കുകയാണ്. കർത്താവ് യേശു ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്ക് പുറകിലും അവനൊരു ഉദ്ദേശമുണ്ട്. വഴിയോരത്തിൽ സാധാരണ വേലിക്കരികിൽ നിൽക്കുന്നതാണ് ഈ അത്തിമരം എന്ന് പറയുന്നത്. വേലിക്കരികിലൊക്കെ അവിടെ വഴിയോരത്തിൽ ഏതോ ഒരു വേലിക്കരികിൽ നിന്ന ഒരു അത്തിവൃക്ഷത്തെ ഒരു യജമാനൻ കണ്ടു. ആ യജമാനന് വലിയ മുന്തിരിത്തോട്ടമുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിനകത്ത് ഒരിക്കലും മുന്തിരികളെ മാത്രമേ നിർത്തുകയുള്ളൂ. എന്നാൽ ഈ മനുഷ്യന് തോന്നി, ഈ വഴിയോരത്തിൽ നിൽക്കുന്ന ഈ അത്തിയെ കൊണ്ടുപോയി എന്റെ മുന്തിരിത്തോട്ടത്തിനകത്ത് വെക്കണം. അങ്ങനെ അതിന് ഇഷ്ടം പോലെ വെള്ളവും വളവും ഇട്ടുകൊടുത്ത് അതിനെ വളർത്തി വളർത്തി വലുതാക്കി. അത്തി വിചാരിച്ചു, ഈ യജമാനൻ എത്ര സ്നേഹമുള്ളവനാണ്, എനിക്കിഷ്ടം പോലെ ഭക്ഷണം തരികയാണ്, എനിക്കിഷ്ടം പോലെ വെള്ളം തരികയാണ്, എനിക്കിഷ്ടം പോലെ വളമിട്ട് തരികയാണ്, എനിക്കിഷ്ടം പോലെ പുഷ്ടിയോടെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വളരാനായി എത്ര സ്നേഹമുള്ളവനാണ് എൻ്റെ ഈ മനോഹരമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഈ നല്ല യജമാനൻ എന്ന് അത്തി വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പ്രത്യേകമായ ഒരു സീസൺ എത്തുമ്പോൾ ഇദ്ദേഹം അന്വേഷിച്ചു വരും. അത്തിയുടെ ഇടയിലെല്ലാം ഇങ്ങനെ എത്തിപ്പിടിച്ചൊക്കെ നോക്കുക. എന്തിനാ? ഫലം തിരഞ്ഞു വരികയാണ്. 3 വർഷം വന്നിട്ടും ഫലം കിട്ടാത്ത തുടർന്ന് വെട്ടിക്കണം. അപ്പോ അവന് യോഗ്യമല്ലാത്ത സ്ഥാനത്ത് ആ അത്തിമരത്തെ കർത്താവ് അല്ലെങ്കിൽ യജമാനൻ കൊണ്ടു നട്ടു, കൃപയാൽ കൊണ്ടു നട്ടു. അവിടുത്തെ എല്ലാവിധമായ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് അങ്ങനെ പുഷ്ടി പിടിച്ച് നിൽക്കുക മാത്രമല്ല നിന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആത്മരക്ഷ നൽകിയെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കാൻ അവസരം ദൈവം നൽകിയെങ്കിൽ, ഒരു രോഗശാന്തി നിങ്ങൾക്ക് നൽകിയെങ്കിൽ, ഒരു വിടുതൽ നിങ്ങൾക്കായി നൽകിയെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയെങ്കിൽ, ഇനി നിങ്ങൾ പിന്നെയും ആവശ്യങ്ങളുമായി പോകണം, തെറ്റില്ല. പക്ഷേ ആത്യന്തികമായി യേശുവിനെ അന്വേഷിച്ചേണ്ടതിന്റെ ഉദ്ദേശം ഇതാണ്: നിങ്ങൾ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തെ പ്രാപിക്കണം, നിത്യജീവന്റെ അവകാശികളായി തീരണം, മാനസാന്തരപ്പെടണമെന്ന് പറയുക. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരുമിച്ച് കൂടുന്നതും കൂട്ടായ്മകൾ കോടിക്കൂടുന്നതും ഒരു പരിധിവരെ അനേകർ ദൈവത്തെ അന്വേഷിക്കുന്നതും ഈ ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവരോട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം, ഈ ആയുസ്സിൽ എന്ന് പറയുമ്പോൾ വേറെയും ഒരു ആയുസ് ഉണ്ടെന്ന് അർത്ഥം. ഈ ലോകത്തില് 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, 100 ഒക്കെ പോകും കഷ്ടിച്ച്. മരുന്നുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ആയുസ് കൂടുതലാണ്. ഇനിയിപ്പോ പിന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്, കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനായിട്ട് പോവുകയാണ്. ഈ പിന്നെ കണ്ടുപിടുത്തങ്ങൾ കൂടി വരുന്നതനുസരിച്ച് മരണത്തിന്റെ റേറ്റ് കുറയും. അപ്പോൾ ഒരു വീട്ടില് അപ്പൂപ്പന്മാരും അമ്മച്ചിമാരും ഒരുപാട് പേര് കാണും. അവരെയെല്ലാം പോറ്റിപ്പുലർത്തേണ്ട സാഹചര്യം കൊച്ചു മക്കൾക്ക് വരും, യുവാക്കൾക്ക് വരും. അങ്ങനെ കുടുംബങ്ങൾക്കകത്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. കാലനില്ലാത്ത കാലം പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു കാലം വരുമെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് അവരത് സ്ഥിരീകരിക്കുകയാണ്. അതിന് പരിഹാരങ്ങൾ കണ്ടെത്താനൊക്കെ ശ്രമിക്കുക. അപ്പൊ എന്താ വരുന്നത്? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുക എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? ഇവിടെ മാത്രം അതിനുവേണ്ടി മാത്രം ദൈവത്തെ ഈ ആയുസ്സിൽ. പക്ഷെ ആ ആയുസ്സിന് അപ്പുറത്ത് ഒരു ആയുസ്സുണ്ട്. അതാണ് നിത്യജീവൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം.